കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാന്താരി ചിക്കനാണ്. കാന്താരി ചിക്കൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാനത് അബുദാബിയിൽ നിന്ന് ഉണ്ടാക്കാതിരുന്നത് എനിക്ക് നല്ല ഫ്രഷ് കാന്താരി കിട്ടാത്തതുകൊണ്ടാണ്. നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കാന്താരി ചെടിയുണ്ട്. അപ്പോൾ അതിൽ നല്ല ഫ്രഷ് കാന്താരിയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ടുള്ള കാന്താരി ചിക്കൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്ന് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നല്ലത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതേപോലെ വച്ചിരിക്കുന്നത് നല്ലതാണ്. ഉപ്പും കുരുമുളകൊക്കെ ചിക്കനിലൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് വെച്ചിരിക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളത് വളരെ ചെറിയ കാന്താരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 15ഓളം കാന്താരി എടുക്കുന്നുണ്ട്. നമ്മൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഈ പച്ച കളറിലുള്ള കാന്താരിയാണ് നല്ലത്. കാന്താരി പല നിറത്തിൽ വരുന്നുണ്ടല്ലോ, വയലറ്റ്, വെള്ള കളറിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പച്ച കളറിലുള്ള കാന്താരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കാന്താരി ചിക്കൻ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. ഇനിയിപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ കാന്താരിയുടെ ഒരു രുചിയൊന്ന് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ ഞാനിന്ന് പച്ച കാന്താരിയുടെ കൂടെ കുറച്ച് ചുവന്ന കളറിലുള്ള, അതായത് പഴുത്ത കാന്താരിയും കൂടി എടുക്കുന്നുണ്ട്. അതിനും ഒരു നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടി മിക്സായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം ഒരു 15ഓളം കാന്താരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ കാന്താരിയാണെങ്കിൽ അതിനനുസരിച്ച് ഏകദേശം ഒരു 10 എണ്ണമൊക്കെ ഇത്രയും അളവ് ചിക്കന് വേണ്ടിയിട്ട് എടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും, ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇത് വളരെ ചെറിയ കാന്താരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 15 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകവും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. ഇത് ഇപ്പോൾ ചതച്ചെടുക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കറിയിലേക്ക് എപ്പോഴാണ് ചേർക്കുന്നത് ആ സമയത്ത് തന്നെ ചതച്ചിട്ട് പെട്ടെന്ന് കറിയിലേക്ക് ചേർക്കണം. നേരത്തെ തന്നെ നമ്മളിത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. സവാള നന്നായിട്ട് വാടി കളറൊക്കെ ഒന്ന് മാറി വരണം. അത്ര വരെ ഇതേപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഈ കാന്താരിയും മല്ലിയിലയും ഒക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി എടുക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെയെങ്കിലും ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികൾ രണ്ടും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്തിട്ടും 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് സമയമെങ്കിലും കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വരണം. 2-3 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കാന്താരി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം, അതായത് ഏകദേശം 1 കപ്പ് വരെയൊക്കെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാൽ പോലും ഒരല്പം ചേർത്ത് കൊടുക്കുക ആവശ്യമാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെ വേവിനനുസരിച്ച് ചില വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ് സമയമെടുക്കും. ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് 1/2 കപ്പിന് പകരം 1 കപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഗ്രേവി കിട്ടും. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാകത്തിൽ തന്നെ മതിയാവും. പിന്നെ ചില ആളുകൾക്ക് ഗ്രേവി വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാന്താരി ചിക്കൻ കറി ചൂടോട് കൂടി തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ നമുക്കിത് ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എന്ത് തരം റൊട്ടിയുടെ കൂടെയും അതേപോലെ നമ്മുടെ സാധാ ദോശ, പത്തൽ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല രുചിയായിട്ട്, കൂടുതൽ ഗ്രേവി വേണം എന്നില്ലാത്തവർക്ക് ഈ ഒരു കറി തന്നെ ധാരാളമാണ് നെയ്ച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കാന്താരി ചിക്കൻ കറി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്